തെരഞ്ഞെടുപ്പ് തീയതി വൈകിട്ട് പ്രഖ്യാപിക്കാനിരിക്കെ ജില്ലയിൽ രാഷ്ട്രീയ ചൂടുയരുന്നു. ഇടതുമുന്നണി സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി കഴിഞ്ഞു. UDF-ൽ ചില മണ്ഡലങ്ങളിൽ ചർച്ചകൾ തുടരുകയാണ്. NDA മുന്നണിയിലും പൂർണ്ണ ചിത്രം വ്യക്തമായിട്ടില്ല. കൂടുതൽ വിവരങ്ങളുമായി മുകേഷ് ലാൽ ചേരുന്നു. ജില്ലയിൽ നാട്ടിക ഉൾപ്പെടെയുള്ള ചില മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥിത്വം ഏറെ ചർച്ചകൾക്കിടയാക്കിയതാണ്. എന്താണ് നിലവിലെ ജില്ലയിലെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ? സൂര്യ, തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം പടിവാതിക്കൽ നിൽക്കെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ഏറെ ദൂരം മുന്നിൽ പോയതാണ് നമുക്ക് ഈ മണിക്കൂറുകളിൽ കാണാൻ കഴിയുന്നത്. ജില്ലയിലെ 13 മണ്ഡലങ്ങളിലും LDF-ന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാവുന്നു. ഇതിലൊരു വിവാദമായി പറയാനുള്ളത്, മാറ്റമായി പറയാനുള്ളത് ചാലക്കുടി മണ്ഡലത്തിൽ മാത്രമാണ്. ചാലക്കുടി മണ്ഡലം കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെതാണ്. ഇവിടെ ചാലക്കുടിയിലെ UDF കൗൺസിലറായ ബിജു ചിറയത്ത് അദ്ദേഹം ഈ പാർട്ടിയിലേക്ക് വരികയും അദ്ദേഹം സ്ഥാനാർത്ഥിയാവുകയും ചെയ്യുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം 5 മണ്ഡലങ്ങളാണ് CPIക്കുള്ളത്. തൃശൂർ, ഒല്ലൂർ, നാട്ടിക, കയ്പമംഗലം, കൊടുങ്ങല്ലൂർ. ഇവിടെയെല്ലാം യഥാക്രമം ആലങ്കോട് ലീലാകൃഷ്ണൻ, K രാജൻ, ഗീതാഗോപി, KK വത്സരാജ്, VR സുനിൽകുമാർ എന്നിവരെ സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. വടക്കാഞ്ചേരിയിലും ചേലക്കരയിലും കുന്നംകുളത്തും ഇരിങ്ങാലക്കുടയിലും നിലവിലുള്ള MLA-മാർ തന്നെയാണ് മത്സരരംഗത്തിറങ്ങുന്നത്. മണലൂരിൽ മാത്രമാണ് ഇതിനൊരു അപവാദം. മണലൂരിൽ മുൻ മന്ത്രിയായ C രവീന്ദ്രനാഥ് രംഗത്തിറങ്ങുന്നു. ഇതേസമയം UDF-ന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനായി UDF-നുള്ളിൽ പോലും ധാരണയായിട്ടില്ല എന്നുള്ളതാണ്. ഇന്ന് വൈകിട്ട് 50ഓളം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അതും എത്രത്തോളം എത്തുമെന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല. കാരണം ഇപ്പോഴും പലയിടത്തും തീരുമാനമായിട്ടില്ല. തൃശ്ശൂരിൽ TV ചന്ദ്രമോഹന്റെ പേര് പറഞ്ഞെടുത്ത് ഇപ്പോൾ രാജൻ പല്ലൻ, മുൻ കോർപ്പറേഷൻ മേയറായ രാജൻ പല്ലന്റെ പേരാണ് പറയുന്നത്. രാജൻ പല്ലന് വേണ്ടി സഭയുൾപ്പെടെ രംഗത്ത് എത്തിയിരുന്നു. സഭയുടെ കീഴിലുള്ള ഒരു സഭ നിർദ്ദേശിക്കുന്ന ഒരു സ്ഥാനാർത്ഥി എന്നൊരു പരാമർശം നേരത്തെ പറഞ്ഞിരുന്നു. ഒല്ലൂരിൽ ഷാജി കോടങ്കണ്ടത്താണ്. വടക്കാഞ്ചേരിയിൽ രാജേന്ദ്രൻ അരങ്ങത്തിന്റെയും ജോസ് വള്ളൂരിന്റെയും പേരാണ് പറഞ്ഞിരുന്നത്. രാജേന്ദ്രൻ അരങ്ങത്ത് എന്ന പേര് അവസാനം നിലനിൽക്കുമ്പോൾ പോലും ഇപ്പോൾ വൈശാഖിന്റെ, യൂത്ത് കോൺഗ്രസിന്റെ പ്രതിനിധി വൈശാഖിന്റെ പേരാണ് ഉയരുന്നത്. ചേലക്കരയിലും ഇത് തന്നെയാണ്. KV ദാസൻ, മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ദാസൻ സ്ഥാനാർത്ഥിയാകുമെന്ന് പറഞ്ഞെടുത്ത് ശിവൻ വീട്ടിക്കുന്ന് പ്രാദേശിക കോൺഗ്രസ് നേതാവ് സ്ഥാനാർത്ഥിയാകുമെന്ന് പറയുന്നു. നേരത്തെ ചേലക്കര ലീഗിനുമായി കൈമാറ്റം ചെയ്യും എന്നൊരു പരാമർശം ഉയർന്നിരുന്നു. എന്നാൽ ലീഗിന് പോലും ചേലക്കര വേണ്ട എന്നുള്ളതായിരുന്നു ലീഗ് അപ്പോൾ പറഞ്ഞിരുന്നത്. ഇനി പറയാനുള്ളത് കുന്നംകുളത്താണ്. കുന്നംകുളത്ത് വലിയൊരു മാറ്റം. കുന്നംകുളത്ത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി മത്സരിക്കുമെന്ന് പറഞ്ഞിടത്ത് കുന്നംകുളം മണ്ഡലം നേരത്തെ പോലെ തന്നെ CMPക്ക് കൈമാറുന്നു എന്നതാണ് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ നെന്മാറയിൽ UDF-ന് വേണ്ടി മത്സരിക്കുകയും പരാജയപ്പെടുകയും ചെയ്ത വിജയകൃഷ്ണൻ കുന്നംകുളത്ത് AC മൊയ്തുവിനെതിരെ മത്സരിക്കുമെന്നറിയുന്നു. ഗുരുവായൂരിൽ ലീഗിന് CH റഷീദ്, മണലൂരിൽ TN പ്രതാപൻ രംഗത്തിറങ്ങിക്കഴിഞ്ഞു. നാട്ടികയിൽ അവസാനം CC മുകുന്ദൻ ഉൾപ്പെടെയുള്ള പേര് പറഞ്ഞ് നാട്ടികയിൽ സുനിൽ ലാലൂർ. കയ്പമംഗലത്ത് ഒരു മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥി വേണമെന്ന രീതിയിൽ TM നാസർ. കൊല്ലൂരിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജനീഷ്. ഇരിങ്ങാലക്കുടയിൽ കേരള കോൺഗ്രസിന്റെ തോമസ് ഉണ്ണിയാടൻ. ചാലക്കുടിയിൽ നിലവിലെ MLA സനീഷ് കുമാർ ജോസഫ്. ഇനി പുതുക്കാടാണ്. പുതുക്കാട് ഒരു വനിതാ സ്ഥാനാർത്ഥി ജില്ലയിൽ നിന്ന് വേണമെന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ പുതുക്കാട് സോണിയാഗിരിയുടെ, നേരത്തെ ഇരിങ്ങാലക്കുട ചെയർപേഴ്സൺ ആയിരുന്ന സോണിയാഗിരിയുടെ പേര് പറഞ്ഞിരുന്നു. എന്നാൽ ഇതേ സമയം തന്നെ പ്രാദേശിക കോൺഗ്രസ് നേതാവായ ബാബുരാജിനെ മത്സരിപ്പിക്കണമെന്നും ഒരു വിഭാഗം ആവശ്യപ്പെടുന്നുണ്ട്. ഇതേ സമയം തന്നെ ജില്ലയിൽ നായർ സമുദായാംഗങ്ങൾക്ക് പ്രത്യേക പരിഗണന നൽകിയില്ല എന്നുള്ള പരാതി തന്നെ ഒരു വിഭാഗത്തിൽ നിന്ന് വരുന്നുണ്ട്. പ്രത്യേകിച്ച് തൃശ്ശൂരിൽ TV ന്റെയും വടക്കാഞ്ചേരിയിൽ രാജേന്ദ്രൻ അരങ്ങത്തിന്റെയും പേര് പരാമർശിച്ചിരുന്നിടത്ത് രണ്ടുപേരെയും മാറ്റി നിർത്തുമ്പോൾ ജില്ലയിൽ നിന്നും നായർ സമുദായാംഗങ്ങൾക്കിടയിൽ നിന്ന് ഒരു സ്ഥാനാർത്ഥി പോലുമില്ല എന്നതാണ് ഇവർ ഉയർത്തുന്ന ആക്ഷേപം. BJPയെ സംബന്ധിച്ചിടത്തോളം ആദ്യ പട്ടിക നാളെ പറയും എന്ന് പറയുന്നു. ആദ്യം A+ മണ്ഡലങ്ങളായ തൃശൂർ, ഗുരുവായൂർ, മണലൂർ, കൊടുങ്ങല്ലൂർ, പുതുക്കാട് മണ്ഡലങ്ങളിലേക്കാണ് സ്ഥാനാർത്ഥികളെ ഇവർ പ്രഖ്യാപിക്കുമെന്ന് പറയുന്നത്. ഇവിടെ തൃശൂരിൽ പത്മജ വേണുഗോപാൽ, ഗുരുവായൂരിൽ അഡ്വക്കേറ്റ് നിവേദിത, മണലൂരിൽ KK അനീഷ് കുമാർ, കൊടുങ്ങല്ലൂരിൽ അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ, പുതുക്കാട് A നാഗേഷ് എന്നിവരുടെ പേരുകളാണ് പരിഗണിക്കുന്നത്. എന്തായാലും വൈകിട്ട് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ഇടതുമുന്നണി ജില്ലയിൽ ഏറെ പ്രചരണ രംഗത്ത് മുന്നോട്ട് പോയിരിക്കുകയാണ്. UDF ഇന്ന് വൈകിട്ടോടെ ചില സ്ഥാനാർത്ഥികളെ പറയുമെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ അത് നാളെയിലേക്കാകാം. എന്തായാലും 2 ദിവസത്തിനുള്ളിൽ മൂന്ന് മുന്നണികളുടെയും സ്ഥാനാർത്ഥികളുടെ ചിത്രങ്ങൾ തെളിയും. സൂര്യ.